ഇന്നലത്തോളം ശക്തമല്ല എങ്കിലും ഇന്നും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബഹളമുണ്ടായി. സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പതിവ് പോലെ ഇറങ്ങിപ്പോയി. ഡി ബിനോയ് വിവരങ്ങൾ നൽകും. എല്ലാം സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് എത്തുകയും വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു തന്നെയായിരുന്നു ഇന്നത്തെയും പ്രതിഷേധം. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും ഭരണപക്ഷത്ത് നിന്നും വലിയ തരത്തിലുള്ള ബഹളം ഉണ്ടായി. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു. അതുമാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത് ബന്ധമുള്ളവരാണ്. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അവസരമൊരുക്കിയ ആളുകളുടെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കണം, ഇത് സംബന്ധിച്ച് നടപടികൾ എടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഭരണപക്ഷ നിരയിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. ചോദ്യോത്തരവേളയുടെ ആദ്യത്തെ 10 മിനിറ്റോളം തന്നെ ബഹളം കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനുശേഷം മന്ത്രി പി രാജീവ്, വി ശിവൻകുട്ടി, അതുകൂടാതെ മന്ത്രി എം പി രാജേഷ്, ഈ 3 മന്ത്രിമാരും പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും കാണാൻ കഴിഞ്ഞു സഭയിൽ. അത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ വലിയ ആരോപണം ഉന്നയിച്ച മന്ത്രി പി രാജീവ് തന്നെയാണ്. എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നൊരു ഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു പി രാജീവിൻ്റെ ആരോപണം. എം പി രാജേഷ് ആകട്ടെ നിയമസഭയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവ് തൻ്റെ പ്രസംഗത്തിനിടയിൽ അനുരാഗ് ഠാക്കൂറും, അതായത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അനുരാഗ് ഠാക്കൂറും ഒപ്പം എം പി രാജേഷ് തമ്മിൽ വലിയ തരത്തിലുള്ള സൗഹൃദമുണ്ടെന്നും അങ്ങനെ BJP സൗഹൃദം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ തിരിച്ചടിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷും രംഗത്തെത്തിയിരുന്നു. അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് ഈ RSSൻ്റെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയും വിളക്ക് തെളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാമർശങ്ങൾ ഉയർത്തിയുള്ള ആക്രമണമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ഏകദേശം ഒരു 35 മിനിറ്റോളം പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കകത്ത് തന്നെ തങ്ങി നിന്നു. അതിനിടയിൽ ചോദ്യോത്തരവേള തുടങ്ങുകയും ചെയ്തിരുന്നു. ചോദ്യോത്തരവേള തുടങ്ങിയ ഉടൻ തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. സോണിയാഗാന്ധിയെ കാണുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെയും ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ആണ് ഭരണപക്ഷം ഉയർത്തിക്കാണിച്ചത്. പ്രതിപക്ഷമാകട്ടെ നേരത്തെ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന എതിർ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഇറങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തിക്കാണിച്ചു. അങ്ങനെ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ച് പരസ്പരം ബഹളം വെച്ചും ഏകദേശം 35 മിനിറ്റോളം സഭാതലം ശബ്ദാനുമാനമായിരുന്നു. അതിനുശേഷം പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് പോയി നിയമസഭാ കവാടത്തിൻ്റെ വെളിയിലായി അവരുടെ പ്രതിഷേധം തുടരുകയും ചെയ്തു. ഇതിനിടയിൽ സഭാ നടപടികൾ ചോദ്യോത്തരവേള കഴിഞ്ഞു. ശൂന്യവേളയിൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല. അതിനുശേഷം കേന്ദ്ര ബഡ്ജറ്റിനെതിരെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്തു. കാരണം കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും. സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കോ വികസനത്തിനോ കാര്യമായ ഒരു പ്രഖ്യാപനവും ആ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. അങ്ങനെ ഈ നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ സഭയിലില്ലാതെ സഭാ നടപടികൾ പുരോഗമിച്ചു പോവുകയാണ്. MS ശരി, നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഇന്ന് വീണ്ടും ബഹളം വെച്ചു, സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പാർലമെന്റിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ പാർലമെന്റിൽ ലോക്സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ പ്രതിഷേധം തുടരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ആ വ്യാപാര കരാറിൽ ധാരണയായതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യ ആ കാര്യങ്ങൾ അറിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേണ്ടി വന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് ആണോ എന്നുള്ള രീതിയിലുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നും പാർലമെന്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. ഇരുസഭകളിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുകയും ചെയ്തു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതിഷേധം ആരംഭിച്ചത്. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ, കോൺഗ്രസ് നേതാവിൻ്റെ ഫോട്ടോ ആയുധമാക്കിക്കൊണ്ട് ഭരണപക്ഷം തിരിച്ചടിക്കുകയുണ്ടായി. മന്ത്രി എം പി രാജേഷ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരാമർശിക്കുകയുണ്ടായി. അതേസമയം ആ പരാമർശം വന്ന സമയത്ത് RSS നേതാവായിട്ടുള്ള ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ
സഭയിൽ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊളുത്തി വണങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓർമ്മകളുണ്ടായിരിക്കണം, മറക്കരുത് എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അപ്പോൾ ഡയസിൽ കയറി ഹൈജമ്പ് നടത്തുന്ന പ്രതിപക്ഷത്തിന് ആ കായിക ഇനത്തിൽ നല്ല ഭാവിയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിൻ്റെ നേതാവാണ് സൂചിപ്പിച്ചുകൊണ്ട് എം പി രാജേഷ് പ്രതികരിച്ചത്. ഡയസിൽ കയറി കസേരയും കമ്പ്യൂട്ടറും വലിച്ചെറിഞ്ഞ ചരിത്രമുള്ളവർ കൂടെ ഇരിക്കുമ്പോഴാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ പഠിപ്പിക്കാൻ വരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി. ആ മറുപടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അന്ധനാക്കരുത് എന്ന് കഴിഞ്ഞ കുറെ ദിവസമായി ചേറനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരി സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ. ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം വലുത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂത്തയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റി വിലക്കമുണ്ടാകും. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്. സാർ ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാർ ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി എം പി രാജേഷ്. പാർലമെന്ററി മന്ത്രി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല അങ്ങ് പാർലമെന്ററി ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ല. ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ അനുരാഗ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പടം കെട്ടിത്തം ഞാനല്ല സർ നടത്തിയത്. അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ. ഗുജറാത്തിലെ വംശഹരക്കുമ്പോ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് ഠാക്കൂറും ഞാനും മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിൽ ഇടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു. എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത്. പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങേക്ക് പെട്ടെന്നാകെ നിലയങ്ങ് തെറ്റിപ്പോയി. എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി. കെ കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർത്തിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ.